ഗസയെ പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ സുരക്ഷിത മേഖലയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കേറ്റിന്റെ ആഹ്വാനം. ഇതേ തുടർന്ന് റഫേലും ഗസയിലും ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വൻ ശക്തികൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചൈന തായ്വാന് ചുറ്റും തുടർച്ചയായ രണ്ടാം ദിവസവും സൈനികാഭ്യാസം നടത്തുകയാണ്. ചൈന പറയുന്നത് തായ്വാന്റെ തുറമുഖങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ആക്രമിക്കുന്നതിനുള്ള പരിശീലനങ്ങളാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ചൊവ്വാഴ്ച ചൈനീസ് സൈന്യം തായ്വാനെ വളയുകയും ഉപരോധത്തിന് സമാനമായ രീതിയിൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. തായ്വാന് ചുറ്റും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ തായ്വാൻ ദ്വീപിനെ തങ്ങളുടെ ടെറിറ്ററിയുടെ ഭാഗമായാണ് ചൈന കാണുന്നത്. അതേസമയം തായ്വാനിലെ ജനങ്ങളാവട്ടെ തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളാനുമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചൈനയുടെ ലക്ഷ്യം സൈനിക ശക്തി ഉപയോഗിച്ച് തായ്വാനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നാളുകളായി അതിനുള്ള ശ്രമത്തിലാണ് ചൈന. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് ചൊവ്വാഴ്ച മുതൽ തായ്വാന് ചുറ്റും സൈനികാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ അഭ്യാസ പ്രകടനത്തിന് പൊതുവെ നൽകിയിരിക്കുന്ന പേര് തണ്ടർ 2025A എന്നാണ്. ലൈവ് ഫയർ അഭ്യാസം ഉൾപ്പെടെ നടക്കുന്ന ഈ പരിശീലനം ഈ വർഷത്തിൽ തന്നെ അല്ലെങ്കിൽ ആസന്നമായ ഭാവിയിൽ തായ്വാനെ ചൈന ആക്രമിക്കും എന്നുള്ളതിന്റെ സൂചനയാണ്. തായ്വാന്റെ പ്രധാന തുറമുഖങ്ങളുടെയും ഊർജ്ജ കേന്ദ്രങ്ങളുടെയും സിമുലേറ്റഡ് ലക്ഷ്യങ്ങളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പരിശീലനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പരിശീലനത്തിൽ ചൈനയുടെ അത്യാധുനിക മിസൈൽ സംവിധാനമായ YJ-21 എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും സിയാൻ H-6K എന്ന ബോംബർ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സിയാൻ H-6K യുദ്ധവിമാനത്തിന് ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ 3600 മുതൽ 6000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാവും. കൂടാതെ എയർ ടു എയർ റീഫില്ലിംഗ് ഉപയോഗിച്ച് വിമാനത്തിന്റെ യാത്രാ ദൂരം വർദ്ധിപ്പിക്കാനുമാകും. അതിലുപരി 12 ടൺ വരെ ഭാരമുള്ള ബോംബുകളും ക്രൂയിസ് മിസൈലുകളും വഹിക്കാനും ശേഷിയുണ്ട് ഈ വിമാനത്തിന്. ചൈന ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട സിയാൻ H-20 വിമാനത്തിന്റെ വികസനത്തിലാണ് ഇപ്പോൾ. സ്റ്റെൽത്ത് ബോംബർ B-2 സ്പിരിറ്റ് പോലെ 8000 മുതൽ 10000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ന്യൂക്ലിയർ ആക്രമണത്തിനുള്ള കഴിവോടെ റഡാറുകളെ മറികടക്കാൻ പ്രാപ്തമായ ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടി വഹിക്കാൻ ശേഷിയുള്ള വിമാനമായിരിക്കും അത്. ചൈനയുടെ പുതിയ ബോംബർ വിമാനങ്ങളുടെ ലക്ഷ്യം അരുണാചൽ പ്രദേശ്, ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുക, അമേരിക്ക, ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഏഷ്യ പസഫിക് മേഖലയ്ക്ക് മേലുള്ള ആധിപത്യം ഇല്ലാതാക്കുക, ഭൂമി, ആകാശം, കടൽ എന്നിവയിലൂടെയുള്ള ന്യൂക്ലിയർ ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കുക, ഈ വഴി ലോകശക്തിയായി മാറുക. ഇതാണ് ചൈനയുടെ ആത്യന്തികമായ ലക്ഷ്യം. ചൈന ആദ്യമായിട്ടല്ല തായ്വാനെ ഭയപ്പെടുത്തിക്കൊണ്ട് സൈനികാഭ്യാസം നടത്തുന്നത്. ഇതിനു മുമ്പും പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ആവശ്യമെന്ന് തോന്നിയാൽ തായ്വാനെ കീഴടക്കാൻ തങ്ങൾക്കാവുമെന്നുള്ള രൂപത്തിലാണ് ചൈനയുടെ അഭ്യാസ പ്രകടനം. ജനാധിപത്യ ഭരണ സംവിധാനമുള്ള ഒരു തായ്വാനെ ചൈനയുടെ പ്രവിശ്യയാണ് കണക്കാക്കുന്നത്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് പറയുന്നത് സമാധാനപരമായോ ബലം പ്രയോഗിച്ചോ തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കും എന്നാണ്. തായ്വാൻ പറയുന്നത് തായ്വാൻ ചൈനയുടെ സൈനികാഭ്യാസം തുടങ്ങിയത് മുതൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയാണ് എന്നാണ്. തായ്വാനും അവരുടെ യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും നിരീക്ഷണത്തിൽ അയച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ 15 യുദ്ധക്കപ്പലുകളും 70 യുദ്ധവിമാനങ്ങളും സൈനികാഭ്യാസം നടത്തുന്നത് തായ്വാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് തായ്വാൻ പറയുന്നത്. മേഖലയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് മാത്രമാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് തായ്വാൻ ആരോപിക്കുന്നു. ഇതേപോലെ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഗസയിൽ ബോംബ് കാണിക്കുന്നതും റഷ്യ യുക്രൈനു നേരെ മുഷ്ടി ചുരുട്ടുന്നതും. ഇന്ന് വൻ ശക്തികളാണ് ലോക സമാധാനത്തിന് ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്ന് റഫേലും ഗസയിലും കൂടുതൽ ഇസ്രായേൽ സൈന്യം സജ്ജരായി കഴിഞ്ഞു. ഗസയിൽ നിന്ന് വലിയ ഭൂപ്രദേശത്തെ ഇസ്രായേൽ പിടിച്ചെടുത്ത് അത് ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയുടെ ഭാഗമാക്കി മാറ്റും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അംഗസംഖ്യ
അംഗസംഖ്യ ക്രമാതീതമായി ഗസയിലും റഫേലും വർദ്ധിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസയെ പിടിച്ചെടുക്കുക എന്ന പദ്ധതിക്ക് ആക്കം കൂട്ടുന്ന നിലയിലാണ് ഇസ്രായേൽ ഖ്യത്തിന്റെ പ്രഖ്യാപനം. ഒരു രാജ്യത്തെ ആക്രമിക്കുക മാത്രമല്ല, ഇപ്പോൾ ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെ ആക്രമിച്ച് കീഴടക്കി തങ്ങളുടെ രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കുക എന്ന പദ്ധതിയുമായാണ് ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലും പീരങ്കി ആക്രമണത്തിലുമായി 20-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു ശേഷം 1000-ലധികം പലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ബന്ദികളുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബങ്ങൾ ഗസയിലെ യുദ്ധവ്യാപനത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ബന്ദികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിന് പകരം ഇസ്രായേൽ ഗവൺമെന്റ് ഗസയുടെ മണ്ണ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ സൈന്യത്തെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഒരു കരാറിലൂടെ അവശേഷിക്കുന്ന ബന്ദികളെ തിരികെ കൊണ്ടുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായാണ് ഈ കടന്നുകയറ്റുന്നതിനുള്ള ശ്രമമെന്നാണ് ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ചൊവ്വാഴ്ച ഇസ്രായേൽ വടക്കൻ ഗസയിൽ നിന്നും ഫലസ്തീനികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പറയുകയും അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുകയും അതിനിടയിൽ പലായനം ചെയ്യുന്നവർക്ക് നേരെ ബോംബിടുകയും ഇസ്രായേലിന്റെ വികൃതിയാണ്. അതേ വികൃതി തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ആവർത്തിക്കുന്നത്. ഫലസ്തീനികളുടെ ഈ ദുര്യോഗം ഇതിനു മുമ്പ് നാം കണ്ടതാണ്. ഫലസ്തീനികളെ ആടുമാടുകളെ പോലെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ആട്ടിയോടിക്കുക, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് വീണ്ടും ആട്ടിയോടിക്കുക, നിലനിൽപ്പില്ലാതെ അവർ കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ കാരണമായി ഇസ്രായേൽ പറയുന്നത് ഫലസ്തീൻ വിഭാഗങ്ങൾ പ്രസ്തുത മേഖലയിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നത് എന്നാണ്. യമനിൽ അമേരിക്കയുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 6 യമനികൾ കൊല്ലപ്പെട്ടു. യമനിലെ ഹുദൈദ, സദ തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തി. ഹുദൈദയിലെ ജലവിതരണ കേന്ദ്രത്തിന് നേരെയായിരുന്നു അമേരിക്കയുടെ ബോംബിംഗ്. ആഴ്ചകളായി അമേരിക്ക യമന് നേരെ ആക്രമണം തുടങ്ങിയിട്ട് ഇതുവരെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഏകദേശം 60-ലധികം യമനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്.